യേശു കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഒരു പ്രധാന ഉപമ നമ്മൾ പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഈ മുടിയനായ പുത്രൻ്റെ കഥ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ മകൻ അപ്പനിൽ നിന്ന് അകന്നുപോയത്? അവനെ അപ്പനിൽ നിന്ന് അകറ്റിയത് അപ്പനിൽ നിന്ന് അവന് ലഭിച്ച ആ സമ്പാദ്യമായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മളൊക്കെയും നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈ ആവശ്യങ്ങൾ അപ്പൻ നമുക്ക് നൽകി കഴിയുമ്പോൾ, പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഈ നമുക്ക് ലഭിച്ച ഈ നന്മകൾ കൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം, അപ്പനില്ലേലും കുഴപ്പമില്ലെന്നാണ്. ഈ മകൻ അപ്പനിൽ നിന്ന് ഈ സമ്പാദ്യം വാങ്ങിച്ചുകൊണ്ട് അപ്പനെ വിട്ട് അകന്നു പോകുന്തോറും അവൻ്റെ ജീവിതത്തിലെ സമ്പാദ്യമൊന്നും അവനെ താങ്ങി നിർത്തുവാൻ ഇടയായിരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച പല രോഗസൗഖ്യമോ ജോലിയോ എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും, ഈ ലഭിച്ച നന്മകൾ കൊണ്ട് നമ്മൾ തനിയെ യാത്ര ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം നഷ്ടമാണ് എന്നുള്ളതാണ് ഒന്ന് ചിന്തിക്കണം. പിന്നീട് ഈ പൈതൽ, ഈ മകൻ അപ്പനെ ഓർമ്മ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ അപ്പനിൽ നിന്ന് ലഭിച്ച സമ്പാദ്യമൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ്. നഷ്ടം സഹിച്ച് ഇവൻ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ പിതാവ് എന്ന് ഇവൻ അപ്പനിൽ നിന്ന് അകന്നുപോയോ, ആ നിമിഷം തൊട്ട് അവന് വേണ്ടിയുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും ഈ അപ്പൻ ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരപ്പൻ എപ്പോഴും ആ പടിവാതിൽക്കൽ നിൽപ്പുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹങ്ങളും നന്മകളും വാങ്ങിച്ച് നമ്മുടെ വഴിക്ക് പോകുമ്പോൾ ഹൃദയവേദനയോടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകും. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെക്കാട്ടിൽ ഏറ്റവും വലിയ നന്മ നമുക്ക് പിതാവുള്ളതാണ്. പിതാവുണ്ടെങ്കിൽ മാത്രമേ നന്മകൾ, നമുക്ക് ലഭിച്ച നന്മകൾ അത് നമുക്ക് അനുഗ്രഹമായി തീരത്തുള്ളൂ. പിതാവില്ലെങ്കിൽ നമുക്ക് ലഭിച്ച നന്മ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ കഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. പകൽക്കാലം ഒരു കാര്യം ഓർക്കുക, നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. മടങ്ങി വരാം, അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം, അപ്പൻ്റെ പുത്രനിലേക്ക്, ആ പുത്രത്തിൻ്റെ ആ സാഹചര്യത്തിലേക്ക്. സമ്പാദ്യം മേടിച്ച് കഴിയുമ്പോൾ അവൻ അനാഥത്വത്തിലേക്ക് പോയി. എന്നാൽ ആ അനാഥത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.